ഓക്കെ, നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോണത് പിവോട്ട് ടേബിൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പിവോട്ട് ടേബിൾ എക്സലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. എന്താണ് പിവോട്ട് ടേബിൾ, പിവോട്ട് ടേബിൾ കൊണ്ടുള്ള ഗുണം എന്താണ്, അതിൻ്റെ സവിശേഷതകൾ എന്താണ്, എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയധികം പ്രാധാന്യം വരാനായിട്ടുള്ള കാരണം എക്സലിൽ. അപ്പോൾ ഞാൻ ചെറിയൊരു വർക്ക് വെച്ച് ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പിവോട്ട് ടേബിൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മുടെ വർക്ക് ഒന്ന് കാണിക്കാം. ശ്രദ്ധിക്കൂട്ടോ. നെയിം ബേസിക് സാലറി, അടിസ്ഥാന ശമ്പളം. ഇത് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സാമ്പിൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റ ഏതാണോ ആ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ പിവോട്ട് ടേബിൾ സെറ്റ് ചെയ്യാം. ബേസിക് സാലറി, TA, DA, HR, PF, നെറ്റ് സാലറി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കാം. ഞാനിവിടെ ഒരു 10 ആളുടെ പേര് ഇവിടെ ചെയ്യുന്നു. മനു, കിരൺ, ലിജി, കീർത്തി, മോഹൻ, വിപി, സീനത്ത്, കൃപ, ദീപ, ലിജിത, കീർത്തന, മോഹിനി, ലിജി ഓരോരുത്തരുടെ ശമ്പളം നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു. ഞാനിവിടെ ട്രാവൽ അലവൻസ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈക്വൽ ടു ശമ്പളം ഇൻറ്റു 7%. കമ്പനി പറയും എത്ര പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ അത്ര പെർസെൻറ്റേജ് നമ്മളിവിടുന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈക്വൽ ടു ശമ്പളം ഇൻറ്റു ഒരു 8% നമ്മുടെ DA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യാം. ഈക്വൽ ടു ശമ്പളം ഇൻറ്റു 9% ആണെന്നുണ്ടെങ്കിൽ 9% അത് സെറ്റ് ചെയ്യാം. ഈക്വൽ ടു ശമ്പളം ഇൻറ്റു ഒരു 6% ആണെന്നുണ്ടെങ്കിൽ 6% ഇത് സെറ്റ് ചെയ്യാം. നെറ്റ് സാലറി എന്ന് പറയുമ്പോൾ ഈക്വൽ ടു ബേസിക് സാലറി പ്ലസ് TA പ്ലസ് DA പ്ലസ് HR മൈനസ് PF. നമ്മൾ മുന്നേ ചെയ്തതാണ് അല്ലേ. എല്ലാ പൈസയും കൂടി കൂട്ടിയിട്ട് നമ്മുടെ PF മാത്രം നമ്മളിവിടെ മൈനസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായുള്ളതല്ലേ? മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഇനി ഇതിനെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു പിവോട്ട് ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആരെങ്കിലും മുന്നേ ചെയ്തിട്ടുണ്ടോ? പിവോട്ട് ടേബിൾ ചെയ്തിട്ടുണ്ടോ? എക്സലിൽ ചെയ്തിട്ടുണ്ടോ? പിവോട്ട് ടേബിൾ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ചെയ്തതുണ്ടോ? ഇല്ല വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്തിട്ടില്ലേ? നോക്കൂട്ടോ. നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ വർക്കിന്. എന്താണ് പിവോട്ട് ടേബിൾ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡാറ്റ. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് നമ്മളിവിടെ എത്ര ഡാറ്റ യൂസ് ചെയ്തിട്ടുണ്ട്? ഒരു 14 ഡാറ്റ യൂസ് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലോ. ഈ 14 ഡാറ്റകളെ, അപ്പോൾ ആകെ 14 ഉള്ളൂ. കൂടുതൽ ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് റിപ്പോർട്ട് ഫിൽട്ടർ ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഈ ഭാഗത്തിനെ കംപ്ലീറ്റ് സെലക്ഷൻ ചെയ്യും.
ക്ലിയർ ആണല്ലോ? ഈ ഭാഗത്തിനെ കംപ്ലീറ്റ് നമ്മൾ സെലക്ഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇൻസേർട്ടിൽ പിവോട്ട് ടേബിൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ടിൽ പിവോട്ട് ടേബിൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ആണല്ലോ? പിവോട്ട് ടേബിൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കും ക്രിയേറ്റ് പിവോട്ട് ടേബിൾ. നമ്മൾ പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സെലക്ട് എ ടേബിൾ ഓർ റേഞ്ച്. അതായത് നമ്മൾ ഏത് ഭാഗമാണോ പിവോട്ട് ടേബിളാക്കി സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഞാൻ എന്ത് ചെയ്യുക? അത്രയും ഭാഗം നമ്മളിവിടെ സെലക്ഷൻ ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇനി നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇത് പുറത്തുള്ള ഡാറ്റകളിൽ നിന്നുള്ള ഫയലുകളാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് വല്ല ചില കമ്പനികളിലൊക്കെ അവരുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസുകളുണ്ടാവും. അപ്പോൾ അതിൽ ഡാറ്റകളെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അത് അവരുടെ ആപ്ലിക്കേഷൻ ഫയലുകളിൽ നിന്നായിരിക്കാം ഈ ഡാറ്റകളെ നമ്മൾ എക്സലിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് അതിൽ നിന്ന് നമുക്ക് പിവോട്ട് ടേബിൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. മറിച്ച് ഇപ്പോൾ നമ്മൾ ഡാറ്റ ഇവിടെ ചെയ്ത് വെച്ച കാരണം നമ്മൾ ഈ കാണുന്ന ഈ ഭാഗം തന്നെയാണ് നമ്മുടെ സെലക്ട് ടേബിൾ ഓർ റേഞ്ച്. ഓക്കെ, ഇനി അടിയിലായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട് റിപ്പോർട്ട് എവിടെ പ്ലേസ് ചെയ്യണം. നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന റിപ്പോർട്ട് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെന്ന്, പുതിയ ഷീറ്റിൽ വന്നാൽ മതി എന്നുണ്ടെങ്കിൽ ന്യൂ വർക്ക് ഷീറ്റ് യൂസ് ചെയ്യാം. മറിച്ച് എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ് ആണെങ്കിൽ, മനസ്സിലായല്ലോ, നമ്മൾ നിൽക്കുന്ന ഏതെങ്കിലും ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ലൊക്കേഷൻ കാണിച്ചു കൊടുത്താൽ മതി, ഏതെങ്കിലും സെല്ല് കാണിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാൻ തൽക്കാലം ന്യൂ വർക്ക് ഷീറ്റിൽ തന്നെ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഇത്രയും കൊടുത്ത് നമ്മൾ ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതായിരുന്നു നമ്മൾ ആദ്യം ചെയ്ത ഫയൽ അല്ലേ? നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫയൽ ഇതായിരുന്നു. അല്ലല്ലോ? ആണല്ലോ. ഇനി ഇവിടെ നിന്നിട്ട് ഞാൻ രണ്ടാമതായിട്ടുള്ള ആൻസർ, പിവോട്ട് ടേബിളിൻ്റെ ആൻസർ ഇവിടെയാണ്, ഈ ഷീറ്റിലാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. പിവോട്ട് ടേബിളിൻ്റെ ആൻസർ കേട്ടോ. റിപ്പോർട്ട് കംപ്ലീറ്റ് പ്രിന്റ് ചെയ്യണത് ഇതിലാണ്. ഇത് നമ്മുടെ ചാർട്ടാണ്, വെറും പിവോട്ട് ടേബിൾ മാത്രമാണ് നമ്മൾ അതിൽ ആദ്യം നമ്മുടെ ഡാറ്റയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിവോട്ട് ടേബിളിൻ്റെ ഡാറ്റ, മനസ്സിലായല്ലോ? പിവോട്ട് ടേബിളിൻ്റെ ആൻസർ, പിവോട്ട് ടേബിളിൻ്റെ ഡാറ്റ. ഓക്കെ, ഈ ആൻസറിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു കോളം കാണാം, റൈറ്റ് സൈഡിലായിട്ട് പിവോട്ട് ടേബിൾ ടൂൾസ് എന്നൊരു ഭാഗം കണ്ടോ നിങ്ങളിവിടെ? ക്ലിയർ ആണല്ലോ? ഇതിലെ നമ്മൾ ഇവിടെ കണ്ട ഈ ഒരു കുറേ ബോക്സുകൾ കണ്ടില്ലേ നമ്മുടെ റിപ്പോർട്ടുകളിൽ? നെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയിം ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആൻസറിൽ ആ കംപ്ലീറ്റ് ആൾക്കാരെ ലിസ്റ്റോടെ പ്രിന്റ് ചെയ്തതുണ്ടോ നിങ്ങൾ? ഇപ്പോൾ കമ്പനി പറയുകയാണ് എനിക്ക് നെയിമും നെറ്റ് സാലറി മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നെയിമും നെറ്റ് സാലറി മാത്രം നമുക്കിവിടെ പ്രിന്റ് ചെയ്യും. മനസ്സിലായല്ലോ? ഞാൻ പറയുകയാണ് നെയിം, ബേസിക് സാലറി, TA, DA, HR, PF, നെറ്റ് സാലറി. മനസ്സിലായല്ലോ? ഇതേപോലെ നമുക്ക് ഡാറ്റകളെ കംപ്ലീറ്റ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ചെയ്യേണ്ടത് ഇത്രയാണ്: നെയിം കണ്ട, ബേസിക് സാലറി, TA, DA, HR, PF, നെറ്റ് സാലറി. ഈ ഭാഗം മനസ്സിലായില്ലേ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇനി നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഇതിൽ എല്ലാ ഡീറ്റെയിൽസും വന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രാൻഡ് ടോട്ടൽ വന്നു, ഓരോരുത്തരുടെ സമ്മ് നമുക്ക് ഓരോരുത്തരായിട്ടുള്ള ഓരോ ഭാഗമായിട്ടുള്ള സമ്മ് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ സം ഓഫ് DA, സം ഓഫ് TA, സം ഓഫ് DA, HR എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. PF, സം ഓഫ് PF പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും ശ്രദ്ധിക്കട്ടോ, അടുത്ത് വരുന്നത് ഞാൻ പറയുകയാണ്, എനിക്ക് ഇവിടെ കണ്ടില്ല ഒരു ഏരോ, നിങ്ങൾ ഈ ഏരോയിൽ ക്ലിക്ക് ചെയ്തിട്ട്, ഈ റോ ലേബലിലെ ഏരോയിൽ ക്ലിക്ക് ചെയ്തിട്ട്
എനിക്ക് സെലക്റ്റോൾ ഒഴിവാക്കിയതിന് ശേഷം അനു, ദീപ, ജിജോ 3 ആളുടെ റിപ്പോർട്ട് മാത്രം പ്രിൻ്റ് ചെയ്യിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യിക്കാം. മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇതന്നെ നമ്മൾ സെലക്റ്റോൾ കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഡാറ്റയും പ്രിൻ്റ് ചെയ്യും. ഈ കാണുന്ന പിവറ്റ് ടേബിളിൻ്റെ ഫീൽഡിൽ ശ്രദ്ധിക്കുക, പിവറ്റ് ടേബിളിൻ്റെ ഫീൽഡിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളെ ഫിൽട്ടർ എന്ന് എടുക്കുന്ന ഒരു ഭാഗം കണ്ടോ നിങ്ങളിവിടെ? ജിബിനെ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കൂ. റെക്കോർഡിങ് ഞാൻ ഇടാം കേട്ടോ. അപ്പം നിങ്ങൾ പറഞ്ഞു വന്നത് പിവറ്റ് ടേബിൾ ആയിരുന്നു, ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം ഒരു ഡാറ്റ സെറ്റ് ചെയ്ത് വെച്ചു. ഡാറ്റ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ആ ഡാറ്റേനെ മൊത്തം ജിബിൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു, ഡാറ്റ മൊത്തം സെലക്ഷൻ ചെയ്തിട്ട് ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ പിവറ്റ് ടേബിൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. സെലക്ട് ടേബിൾ ഓർ റേഞ്ച്, ഏത് ഭാഗമാണോ നമ്മുടെ ഡാറ്റ, പുതിയ ഷീറ്റിലാണെന്നുണ്ടെങ്കിൽ പുതിയ ഷീറ്റിൽ, അതല്ല നമ്മൾ നിൽക്കുന്ന ഷീറ്റിൽ തന്നെയാണെങ്കിൽ അവിടെ ഏതെങ്കിലും ലൊക്കേഷൻ കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ തൽക്കാലം പുതിയ ഷീറ്റിൽ കൊടുത്ത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഡാറ്റ ഇവിടെ പ്രിൻ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇവിടെ നമ്മൾ ടിക്ക് ചെയ്യണതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് ഇവിടെ റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു ഡാറ്റ ഇവിടെ പ്രിൻ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഞാനിത് ഡിലീറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ജിബിന് കാണാൻ വേണ്ടി ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ആൻസറിലേക്ക് തന്നെ പോവാം. ആൻസറിൽ വന്നു. ഇവിടെ നോക്കി നിങ്ങൾ ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു എന്തെന്ന്, നെയിമിനെ എടുത്തിട്ട് നിങ്ങൾ നേരെ ഫിൽട്ടറിൻ്റെ ഉള്ളിലേക്ക് എടുത്തു. ക്ലിയർ ആണല്ലോ? നെയിമിനെടുത്തിട്ട് നേരെ നമ്മൾ ഫിൽട്ടറിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു അഡീഷണലായിട്ടൊരു ഫിൽട്ടർ ലോഡായതുണ്ടോ നിങ്ങൾ മേലെ ടോപ്പിൽ. ഇപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് എല്ലാവരെയും കാണണ്ട, അനു, ദീപ, കീർത്തന, കീർത്തി, കിരൺ. മനസ്സിലായല്ലോ? കംപ്ലീറ്റ് റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ കൊടുത്ത മൾട്ടിപ്പിൾ ഡാറ്റയുടെ ലിസ്റ്റ് മാത്രമാണ് ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഫിൽട്ടർ ചെയ്യുന്ന ഭാഗം മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ ഫിൽട്ടർ വേണ്ടാന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിനെ പിടിച്ച് നമ്മളിങ്ങോട്ട് പുറത്തേക്ക് വലിച്ചിടുക. ആ ഫിൽട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഡാറ്റനെ പുറത്തേക്ക് വലിച്ചിട്ടതിന് ശേഷം നെയിം ടിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗം മനസ്സിലായില്ലേ? ജസ്റ്റ് നെയിമിനെ പിടിച്ച് നമ്മൾ ഫിൽട്ടറിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഡാറ്റകളെ നമുക്ക് ഫിൽട്ടർ ചെയ്യിക്കാം. മറിച്ച് നമുക്ക് വേണ്ടാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫിൽട്ടറിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മളിങ്ങോട്ട് ബാക്കിലേക്ക് വലിച്ചിടാനായിട്ട് ശ്രമിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ എല്ലാ ഡാറ്റയും പ്രിൻ്റ് ചെയ്തണല്ലോ. ഇനി അടുത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടോ, കോളം എന്നുള്ളതിൻ്റെ ഉള്ളിൽ വാല്യൂ ആണ് എടുക്കുന്നത്, റോ എന്നുള്ളതിൽ നെയിമാണ് എടുക്കുന്നത് ആണല്ലോ. ഇതിനെടുത്ത് നമ്മൾ നേരെ ഇതിലേക്കും നെയിമിനെ പിടിച്ച് നേരെ നമ്മൾ കോളം ലേബലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ടേബിൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഇത്ര ചെയ്തോളൂ. കോളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ നെയിമിനെ പിടിച്ച് ഇവിടേക്കും, റോ എന്ന് ആ നെയിമിനെ പിടിച്ച് ഇവിടേക്കും ആഡ് ചെയ്തു. ഓക്കെ, നമ്മൾ വാല്യൂ എടുക്കുന്നത് എന്താണ്? സം ഓഫ് ബേസിക് സാലറിയാണ്, സം ഓഫ് ടി എ ആണ്, സം ഓഫ് ഡി എ ആണ്. അതാണ് ഇവിടെ സമ്മ് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആ റിപ്പോർട്ടുകൾ കംപ്ലീറ്റ് മാറിപ്പോയി. അപ്പോൾ നമുക്ക് HR മാത്രം മതി എന്നുണ്ടെങ്കിൽ HR മാത്രം നമുക്ക് നമ്മുടെ വാല്യൂയിലേക്ക് വലിച്ചിടാം. മനസ്സിലായല്ലോ? ഇതേപോലെ തന്നെ ഞാൻ അടുത്തൊരു പിവറ്റ് ടേബിൾ സെറ്റ് ചെയ്യാണ്. ശ്രദ്ധിക്കുക, ഇൻസേർട്ടിലെ പിവറ്റ് ടേബിൾ ഓർ റേഞ്ച്, നമ്മുടെ ഡാറ്റ എന്നാൽ ഞാൻ പുതിയ ഷീറ്റിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അവിടെ ടേബിൾ വന്നു. ഇവിടെ എനിക്ക് നെയിമും നമുക്ക് എന്താ വേണ്ടത്, നെയിമിനെ റോയിലേക്ക് ഇട്ടിട്ടുണ്ട്, നെറ്റ് സാലറീനെ വാല്യൂയിലേക്ക് ഇട്ടിട്ടുണ്ട്. സംഭവം മനസ്സിലായ? ഇങ്ങനെ എത്ര പിവറ്റ് ടേബിൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും.
ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇതേപോലെ തന്നെ ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ പിവറ്റ് ടേബിൾ അറേഞ്ച് ചെയ്ത് ഭാഗം ഈ ഭാഗം ഓക്കെ പറഞ്ഞു. ഇതിലെനിക്ക് നെയിമിനും എന്താ വേണ്ടത്, നെയിമും HR ആണ് വേണ്ടത്. HR നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലേ, അപ്പോൾ HR വേണ്ട, നെയിമും PF ആണ് വേണ്ടത്. നമ്മുടെ ഡാറ്റ ഇവിടെ പ്രിൻ്റ് ചെയ്ത് കണ്ടോ നിങ്ങൾ, മനസ്സിലായല്ലോ? റിപ്പോർട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഫിൽറ്റർ കോളത്തിലേക്ക് എടുത്തിടുന്നത്, റോയിലേക്ക് എടുത്തിടുന്ന ഭാഗങ്ങളൊക്കെ മനസ്സിലായി. 3 ഭാഗമായിട്ട് നമ്മളൊരു പിവറ്റ് ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിവറ്റ് ചാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. പിവറ്റ് ടേബിളിൻ്റെ ടൂൾസിൽ ചാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. അതിലേത് മോഡൽ ചാർട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർട്ടുകൾ സെറ്റ് ചെയ്യും. ഇതെന്താണ്, HR അല്ലേ? നമുക്കിത് HR റിപ്പോർട്ടാണ്. ക്ലിയർ ആണല്ലോ? ഇത് HR റിപ്പോർട്ട്. ഇനി അടുത്ത റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ അതുമ്മ വയ്ക്കുക. പിവറ്റ് ടേബിളിൻ്റെ ടൂൾസിൻ്റെ ഉള്ളിൽ വീണ്ടും ചാർട്ട് പ്രസ് ചെയ്യുക. അടുത്തത് ഞാനിപ്പോൾ വേറൊരു പൈ ഡയഗ്രം എടുത്തു, അതിന് കൊടുത്തു. ഇതെന്താണ്, ഈ ഡാറ്റ എന്താണ്, സം ഓഫ് നെറ്റ് സാലറിയാണ് അല്ലേ? മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായോ? മനസ്സിലായി സാർ. ക്ലിയർ ആണല്ലോ? ചാർട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ നമ്മുടെ നമ്മൾ ഇന്ന് ലാസ്റ്റത്തെ ക്ലാസ്സിൽ ഒരു ഡാഷ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. ഡാഷ് ബോർഡുകൾ എക്സലിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ ഈ പിവറ്റ് ടേബിളിൻ്റെ ഡാറ്റകളെ, ഇതേപോലത്തെ വർക്കുകളെ നമ്മൾ ഉപയോഗിക്കും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിൽ തന്നെ കുറേ സെറ്റിങ്സുകളുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ രണ്ട് ചാർട്ട് മാത്രമായിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 2 ചാർട്ട് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറേ സെറ്റിങ്സുകളുണ്ട്, ശ്രദ്ധിക്കുക. പിവറ്റ് ടേബിളിൻ്റെ ടൂൾസിൽ ഞാൻ ഒന്നും കൂടി സെറ്റ് ചെയ്യാൻ പോവാണ്. പിവറ്റ് ടേബിൾ കൊടുത്തു. നമ്മളെല്ലാ ഡാറ്റയും ഒരേ ഇതിൽ തന്നെ ഞാൻ പ്രിൻ്റ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോഴാണ് പറയണത്, കമ്പനി പറയണത് പുതിയതായിട്ടുള്ളൊരു 2 ആൾക്കാർ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ടുള്ള 2 ആൾക്കാർ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ആഡ് ചെയ്യൂ അല്ലേ? ഇവിടെ ആഡ് ചെയ്യുമല്ലോ, മനു, അതേപോലെ തന്നെ ഒരു ഹിബ. മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഓക്കെ. പക്ഷെ എന്ത് സംഭവിച്ചു, നമ്മുടെ ആൻസറിൽ ഇവർ 2 പേരും ഇല്ല അല്ലേ? ഉണ്ടോ? ആൻസറിൽ നമ്മൾ ഇവർ 2 പേരും ഉണ്ടോ? ഇല്ലല്ലോ. നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയട്ടോ. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് എൻട്രി ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടോ അതിലേ? ഇല്ലല്ലോ. ഇല്ല സാർ. അപ്പോൾ നമുക്കിതിനെ അപ്ഡേറ്റ് ചെയ്യണം അല്ലേ? അപ്ഡേറ്റ് ചെയ്യണ്ടേ? കാരണം വെച്ചാൽ പുതിയതായിട്ട് 2 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണമല്ലോ. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുമ്പോൾ ക്ലിക്ക് ചെയ്യുക. ഈ ആൻസറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിവറ്റ് ടേബിൾ ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം വരും. അവിടെ കണ്ടല്ലോ, പിവറ്റ് ടേബിൾ ടൂൾസ് എന്നിട്ടൊരു ഭാഗം കണ്ടോ? അവിടെ പിവറ്റ് ടേബിൾ ടൂൾസ് എന്നിട്ടൊരു ഭാഗം കണ്ടല്ലേ? അതിൽ ചേഞ്ച് ഡാറ്റ സോഴ്സ് എന്നിട്ടൊരു ഭാഗം കാണണം. ചേഞ്ച് ഡാറ്റ സോഴ്സ്. അതിലെന്ത് ചെയ്യണം, നമ്മുടെ ഡാറ്റ സോഴ്സ്, നമ്മൾ പുതിയതായിട്ട് വന്ന ഡാറ്റ സോഴ്സ് സെലക്ഷൻ ചെയ്യും. മനസ്സിലായോ? 2 ആളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ സെലക്ഷൻ ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടില്ലേ, ഈ വിബി എന്നുള്ളതും മനു എന്നുള്ളതും ഹിബ എന്നുള്ള ആൾക്കാർ 2 ആളും ജോയിൻ ആയത് കണ്ടാണ്. മനസ്സിലായല്ലോ? ഇനി കമ്പനിയിൽ നിന്ന് ഒരു 4 ആൾക്കാർ റിസൈൻ ചെയ്ത് പോയി എന്ന് വിചാരിക്കുക. അതായത് ഇവരൊക്കെ ജോലി വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇവിടെ ആൻസറിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, ഇവരൊക്കെ അതിലുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അവരെ ഇതിന്ന് ഒഴിവാക്കണം, ഈ ടേബിളിൽ നിന്ന് ഇതിനെ ഒഴിവാക്കണം. അതിനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും, പിവറ്റ് ടേബിളിൻ്റെ ടൂൾസിൽ റീഫ്രഷ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, കണ്ടല്ലോ, റീഫ്രഷ്.
അതാവുമ്പോൾ അപ്ഡേറ്റ് ചെയ്യണ്ട, റീഫ്രഷ് ചെയ്താൽ മതി. പുതിയതായിട്ട് നമ്മൾ ഡാറ്റ ആഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, പുതിയതായിട്ട് നമ്മൾ ഡാറ്റ ആഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇവിടെ പിവറ്റ് ടേബിൾ അപ്ലൈ ചെയ്യും. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കൂ. ഞാൻ ഈ ഷീറ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യണേ. പിവറ്റ് ടേബിളിൻ്റെ ഡാറ്റ നമ്മൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഭാഗം ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ, മനസ്സിലായല്ലോ. ഇൻസേർട്ടിൽ പിവറ്റ് ടേബിൾ നമ്മളിത് കൊടുത്തു, ഇവിടെ ടിക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. നെയിം, ഇതെങ്ങനെ സെറ്റ് ചെയ്തെന്ന് മനസ്സിലായി. അതിൻ്റെ മുകളിൽ കൗണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങളിതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഫീൽഡ് സെറ്റിങ്സ് എന്നൊരു ഭാഗം കാണാം. അപ്പോൾ അതിൽ സമ്മാണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സമ്മ് പ്രിൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതേപോലെ ഓരോ ഡാറ്റകൾ നിങ്ങളിതിൽ ഇൻസേർട്ട് ചെയ്യുക. നമ്മളതിൽ എഡിറ്റ് ചെയ്ത കാരണം വന്ന സംഭവമാണത്. കൗണ്ടൊക്കെ അങ്ങനെയാണ് വരുന്നത്, കാരണം കൗണ്ടാണ് വരുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, കൗണ്ടിന് പകരം വാല്യൂ ഫീൽഡ് സെറ്റിങ്സിൽ സമ്മ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വാല്യൂ ഫീൽഡ് സെറ്റിങ്സിൽ സമ്മ് കൗണ്ടുള്ളടത്തൊക്കെ കേട്ടോ. വാല്യൂ ഫീൽഡ് സെറ്റിങ്സിൻ്റെ ഉള്ളിൽ കൗണ്ട്, സമ്മ് ഏത് വേണമെങ്കിലും കാണാം കേട്ടോ. നമുക്ക് ആവറേജ് കാണാം, മാക്സിമം കാണാം, മിനിമം ഒക്കെ കാണാം കേട്ടോ. വാല്യൂ ഫീൽഡ് സെറ്റിങ്സിൽ സമ്മ്. ക്ലിയർ ആണല്ലോ, ഭാഗം മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഡാറ്റയിൽ നിന്ന് ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഡാറ്റയിൽ ഇവിടെ അടിയിൽ ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് എടുക്കുന്നുണ്ട് അല്ലേ. അതിൽ നമ്മൾ പുതിയതായിട്ടുള്ള ഒരു അപ്ഡേഷൻസ് വരികയാണെന്ന് വിചാരിക്കുക. മനസ്സിലായ? അപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾ വെറുതെ പിവറ്റ് ടേബിളിൻ്റെ ടൂൾസിൽ റീഫ്രഷ് എന്നുള്ള ബട്ടൺ ഒന്ന് അടിച്ചാൽ മതി. മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കേസ് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഫയലിലേക്ക് തന്നെ ഞാൻ പോയിട്ടാ പിവറ്റ് ടേബിളിൻ്റെ ടൂൾസിൻ്റെ ഉള്ളിൽ സ്ലൈസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. സ്ലൈസർ നമുക്ക് ആവശ്യമുള്ള സ്ലൈസർ സെറ്റ് ചെയ്യാം. ഇപ്പോൾ നെയിം, ബേസിക് സാലറി, TA, DA, HR, PF, നെറ്റ് സാലറി ഒക്കെ സെറ്റ് ചെയ്യും. നോക്കിയേ, ഒരു സ്ലൈസർ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. മനസ്സിലായ? ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് അനുവിൻ്റെ മാത്രം കണ്ടാൽ മതി. കണ്ട ചാർട്ടിൽ അനുവിൻ്റെ ഡീറ്റെയിൽസ് മാത്രം പ്രിൻ്റ് ചെയ്ത് കണ്ട നിങ്ങൾ. ദീപ, ഇപ്പോൾ കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് അനു, ദീപ, ജിജോ, കീർത്തന. മനസ്സിലായല്ലോ? സ്ലൈസറിൻ്റെ ഉപയോഗം മനസ്സിലായില്ലേ? ഇത് നമ്മളൊരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ലാസ്റ്റ് ഡാഷ്ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറയൂട്ടാ. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് വേറെ വരുന്നുണ്ട്. പിവറ്റ് ടേബിളും ഡാഷ്ബോർഡുകളും ക്രിയേറ്റ് ചെയ്ത് വരുന്ന ഒരു അവസാനത്തെ ക്ലാസ്സിൽ ഡാഷ്ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് വരുന്നുണ്ട്. എന്നാലും ഒരു ഡാറ്റകളെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെയിനായിട്ടൊരു ഓപ്ഷൻസാണ് പിവറ്റ് ടേബിൾ. ഇൻസേർട്ടിലെ പിവറ്റ് ടേബിൾ, അതിൽ റെക്കമെൻഡ് പിവറ്റ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിമെയ്ഡായിട്ട് കിടക്കുന്ന കുറച്ച് പിവറ്റ് ടേബിളുകൾ ഉണ്ട് ഇവിടെ. കണ്ടോ? അപ്പോൾ എനിക്ക് ഈ മോഡൽ മതി എന്നുണ്ടെങ്കിൽ ആ മോഡൽ ടേബിൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് ചെയ്തത് കണ്ട അവിടെ നമ്മൾ ചെയ്ത റെക്കമെൻഡ്, അതായത് നമ്മൾ നേരത്തെ ഓണാക്കി ഉണ്ടായിരുന്നിരുന്ന പിവറ്റ് ടേബിളുകൾ തന്നെ. ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? പിവറ്റ് ടേബിളിൻ്റെ ഒന്നുകൂടെ പറയണ, ഇനി ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കും.
സംശയങ്ങളുണ്ടാവും. പിവറ്റ് ടേബിളിന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. പിവറ്റ് ടേബിള്, സ്ലൈസർ, പിന്നെ അതേപോലെ തന്നെ റിപ്പോർട്ടുകൾ റീഫ്രഷ് ചെയ്യാനുള്ളത്, ചേഞ്ച് ഡാറ്റ സോഴ്സ്, ക്ലിയർ ചെയ്യാനുള്ളത്, പിവറ്റ് ടേബിളിൻ്റെ ചാർട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റാം. അതേപോലെ തന്നെ പിവറ്റ് ടേബിളിന് ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ റെക്കമെൻഡ് പിവറ്റ് ടേബിളുകൾ, പിന്നെ ഇതൊക്കെ ഇവിടെ ഓണാക്കാനും ഓഫാക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഓഫാക്കി കഴിഞ്ഞാൽ പോകും കണ്ട ബട്ടൺസ് ഓണാക്കുകയാണെന്നുണ്ടെങ്കിൽ വരും. അതിനൊക്കെ വേണ്ടിയാണ് പിവറ്റ് ടേബിൾ എന്നുള്ള ബട്ടൺസ് യൂസ് ചെയ്യുന്നത്. ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് റിപ്പോർട്ടുകൾ ഒറ്റ ക്ലിക്കിൽ തന്നെ ശരിക്കും പ്രിന്റ് ചെയ്യിക്കുക എന്നുള്ളത് നമുക്ക് ഈ പിവറ്റ് ടേബിൾ വെച്ച് ചെയ്യാനാണ്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? എന്നാൽ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കട്ടെ. അടുത്തതാണ് നമ്മൾ ഡാറ്റ എന്നുള്ള മെനു കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ സബ് ടോട്ടൽ നമ്മൾ പറഞ്ഞതാണല്ലോ. സബ് ടോട്ടൽ പറഞ്ഞ നെയിം, സബ്ജക്റ്റ്, മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ ടോട്ടലൊക്കെ കണ്ട് നമ്മൾ പറഞ്ഞതാണ്. സബ് ടോട്ടൽ നെയിം, സബ്ജക്റ്റ്, മാർക്ക്, എന്നിട്ട് അനുവിൻ്റെ മാർക്ക് 3 എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് എത്ര മാർക്ക്, മനുവിന് എത്ര മാർക്ക്, കിരണിന് എത്ര മാർക്ക്, മൊത്തം ഗ്രാൻഡ് ടോട്ടൽ എത്ര മാർക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞതാണ്. പറഞ്ഞിട്ടില്ല? പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല. ഞാൻ ജസ്റ്റ് നോക്കൂ, ഈ ഭാഗം പറഞ്ഞിട്ടുണ്ടോ നോക്കിട്ടാ. നെയിം, സബ്ജക്റ്റ്, മാർക്ക്. അനുവിന് മലയാളത്തിൽ ഇത്ര മാർക്ക്, അനുവിന് ഇംഗ്ലീഷിൽ ഇത്ര മാർക്ക്, അനുവിന് ഫിസിക്സിൽ ഇത്ര മാർക്ക്. സാർ പറഞ്ഞതാണ് അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഒരു ഭാഗമാണ് ഡാറ്റ വാലിഡേഷൻ. എന്താണ് ഡാറ്റ വാലിഡേഷൻ? ഡാറ്റ വാലിഡേഷനിൽ 2 വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഞാൻ പറയുകയാണ്, ഈ കാണുന്ന സെല്ലുകളിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പറയുന്നത്, ഇപ്പോൾ 2ാമത്തെ ഡോസ് എടുത്തിട്ട് അല്ലെങ്കിൽ 1ാമത്തെ ഡോസ് എടുത്തിട്ട് 80 ദിവസം കഴിഞ്ഞാൽ 2ാമത്തെ ഡോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലേ? അല്ലാതെ പറയുകയാണ് 1983 അതിന് മുകളിലോ ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് എന്ത് ഇപ്പോൾ കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങൾ ബാങ്കിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ ചിലപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ചിലപ്പോൾ 20,000 വരെ ഒരാൾക്ക് കൊടുക്കാണ്ടാവും, 20,000 തൊട്ടിട്ട് 1,00,000 വരെ വേറൊരാളാവും ചിലപ്പോൾ എൻട്രി ഉണ്ടാവുക. 1,00,000 മേലെ വല്ല ചെക്കോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ മാനേജർ അറിഞ്ഞിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. അപ്പോൾ നമുക്കിതിങ്ങനെ കുറേ ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ എൻട്രി ചെയ്യണ സമയത്ത് ചിലപ്പോൾ ഇതൊന്നും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവില്ല അല്ലേ? നമ്മളിതിങ്ങനെ എൻട്രി ചെയ്ത് പോകും. മനസ്സിലായല്ലോ? നമ്മളോട് പറയുകയാണ് 1983 ഉള്ളിൽ 1983 ഉള്ളിൽ മുന്നേ ഉള്ള 83 അതിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് എൻട്രി ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരൊന്നും എൻട്രി ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മളിത് എൻട്രി ചെയ്യണ സമയത്ത് മനസ്സിലാക്കുക, നമ്മളിത് എൻട്രി ചെയ്യണ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇവിടെ നിന്നിട്ട് ഞാനിങ്ങനെ 1982, 1981, 80, 1984 ഇങ്ങനെ എൻട്രി ചെയ്യുമ്പോൾ അത് അറിയില്ല പെട്ടെന്ന്. മനസ്സിലായല്ലോ? എന്നാൽ നമുക്കൊരു കണ്ടീഷൻസ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും എക്സൽ. അപ്പം ഞാൻ പറയുകയാണ്, ഈ കാണുന്ന കോളത്തിൽ മനസ്സിലായല്ലോ? ഈ കാണുന്ന കോളത്തിൽ ഇപ്പം ഞാൻ സെലക്ഷൻ ചെയ്ത ഭാഗത്ത് ഞാൻ പറയുകയാണ്, എനിക്ക് 1983 മുകളിലുള്ള ഡാറ്റകൾ മാത്രമേ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഞാൻ ചെയ്യണത് ഇത്രയാണ്. ഡാറ്റ വാലിഡേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഡാറ്റ വാലിഡേഷൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെ കണ്ടല്ലോ സെറ്റിങ്സ്. അതിൽ എനി വാല്യൂ എന്നുള്ളത് മാറ്റിയിട്ട് വോൾ നമ്പർ അടിച്ചു. വോൾ നമ്പർ ഇപ്പോൾ എനി വാല്യൂ ഒക്കെ എടുക്കുന്നത്, അതായത് എന്തും ടൈപ്പ് ചെയ്യാന്നാണ് പറയുന്നത്, അത് ഞാനൊരു വോൾ നമ്പർ ആക്കി കൊടുത്തു. വോൾ നമ്പർ ആക്കി കൊടുത്തിട്ട് ഞാൻ പറയുകയാണ്, കണ്ടീഷൻസ് ഇവിടെ പറയുകയാണ്. എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്?
എന്ത് കണ്ടീഷൻസാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? നോക്കിയേ, 82ൻ്റെ 83ൻ്റെ മുകളിൽ അല്ലേ? അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1983. 83 അതിന് മുകളിലുള്ളത് വരാൻ പാടുള്ളൂ. അതാണ് എൻ്റെ കണ്ടീഷൻസ്. മനസ്സിലായ? ഇനി ഇൻപുട്ട് മെസ്സേജ് എന്നുണ്ട് അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ പ്ലീസ് ടൈപ്പ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, പ്ലീസ് ടൈപ്പ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത്? പ്ലീസ് ടൈപ്പ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1983. കണ്ടീഷൻസ് എന്താ നമ്മൾ കൊടുത്ത്? ഗ്രേറ്റർ ദാൻ ആണല്ലേ. അപ്പോൾ പ്ലീസ് ടൈപ്പ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടാ, ലെസ് ദാൻ അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1983. ഇതാണ് നമ്മുടെ കമാൻഡ്. അത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഉത്തരം വരും കേട്ടോ. മനസ്സിലായല്ലോ? പിന്നെ എറർ അലേർട്ട് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ തെറ്റായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സോറി പ്ലീസ് ട്രൈ ലേറ്റർ. മനസ്സിലായല്ലോ? സോറി പ്ലീസ് ട്രൈ ലേറ്റർ. നമ്മൾ തെറ്റായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു കമാൻഡ് കൊടുത്തു. ഇത്രയും കമാൻഡ് കൊടുത്തിട്ട് ഞാനിവിടെ ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. മനസ്സിലായല്ലോ? സെറ്റിങ്സിൻ്റെ ഉള്ളിൽ നമ്മൾ വോൾ നമ്പർ ആക്കിയിട്ട് നമുക്ക് വേണ്ട കണ്ടീഷൻസ് എന്താണെന്ന് കൊടുത്തു. ഇൻപുട്ട് മെസ്സേജിൻ്റെ ഉള്ളിൽ നമുക്കൊരു മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എറർ അലേർട്ടിൻ്റെ ഉള്ളിൽ എറർ മെസ്സേജ് കൊടുത്തിട്ട് ഞാൻ ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ഇനി നോക്കി നിങ്ങൾ അവിടെ മെസ്സേജ് വന്നതിനുണ്ടോ? പ്ലീസ് ടൈപ്പ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 83 എന്നിട്ടുള്ള മെസ്സേജ് എടുക്കുന്നുണ്ടോ? അത് ഞാനിവിടെ പറയുകയാണ് 1984. കുഴപ്പമില്ല. 1983 കുഴപ്പമില്ല. കാരണം ഈക്വൽ ടു പറഞ്ഞ കാരണം കേട്ടോ. 1982 അടിച്ചു നോക്കി. മനസ്സിലായ? മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ അനുവാദം ഇല്ലാതെ ഇനി ഇത് അടുത്തേക്ക് പോവില്ല. അപ്പോൾ നമുക്ക് തെറ്റിയടിക്കുന്ന ഒരു അവസ്ഥ വരില്ല. മനസ്സിലായ? അപ്പോൾ ഇനി നമ്മളിപ്പോൾ അപ്പോൾ തെറ്റിയാണ് അടിക്കുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പഴയ പോലെ അടിച്ച് വീണ്ടും 1981 എൻ്റർ ചെയ്യാം. സോറി 85 എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ 1986 എൻ്റർ ചെയ്യാം. നമ്മൾ 1983 എൻ്റർ ചെയ്യാം. 1982 വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഇറങ്ങുന്ന മെസ്സേജ്. ഈ ഭാഗം മനസ്സിലായില്ലേ? ഇതിനെയാണ് നമ്മൾ ഡാറ്റ വാലിഡേഷൻ. ഒരു വാലിഡേഷൻ സെറ്റ് ചെയ്യണം. നമ്മൾ ഡാറ്റേനെ വാലിഡേഷൻസ് സെറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായല്ലോ? ഇനി ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ കമ്പനിയിൽ നമ്മളോട് പറഞ്ഞു ഇത് ഇങ്ങനെ 1983 എൻ്റർ ചെയ്യാനൊക്കെ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുറേ ആൾക്കാർ എന്ത് ചെയ്തു? 1982 എൻ്റർ ചെയ്തിട്ടുണ്ട്, 1980 എൻ്റർ ചെയ്തിട്ടുണ്ട്, 1985 എൻ്റർ ചെയ്തിട്ടുണ്ട്, 1986, 1984, 1985 ഇതൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ടൈപ്പ് ചെയ്തതിൻ്റെ മുകളിൽ നമുക്ക് എങ്ങനെ ഡാറ്റ വാലിഡേഷൻസ് സെറ്റ് ചെയ്യാം? മനസ്സിലായ? ടൈപ്പ് ചെയ്തതിൻ്റെ മുകളിൽ നമുക്ക് എങ്ങനെ ഡാറ്റ വാലിഡേഷൻസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെലക്ഷൻ ചെയ്യാം. സെലക്ഷൻ ചെയ്തിട്ട് നേരെ ഡാറ്റ എന്നുള്ള മെനുവിനുള്ളിൽ ഡാറ്റ വാലിഡേഷൻസ് ക്ലിക്ക് ചെയ്യാം. ഡാറ്റ വാലിഡേഷൻസ് ക്ലിക്ക് ചെയ്യാം. നേരത്തെ ചെയ്തിരുന്ന പോലെ നമ്മൾ സെറ്റിങ്സിൽ വോൾ നമ്പർ ഡാറ്റയിൽ എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1983 ഇത് കൊടുക്കുക. സെലക്ഷൻ ചെയ്തിട്ടിട്ടാ. എന്നിട്ട് നമ്മൾ പറയുകയാണ് അതിനുള്ളിൽ സർക്കിൾ ഇൻവാലിഡ് ഡാറ്റ. മനസ്സിലായ? നമ്മൾ ചെയ്തതിലത്തെ വിപരീതമായിട്ടുള്ള ഡാറ്റകളെ സർക്കിൾ ഇൻവാലിഡ് ഡാറ്റ. മനസ്സിലായല്ലോ? ഭാഗം മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറയാം സാർ. അതായത് ആദ്യം നമ്മൾ ചെയ്തത് ബ്ലാങ്ക് സെല്ലിലാണ് ചെയ്തത് അല്ലേ, ഡാറ്റ വാലിഡേഷൻ. എന്നാൽ കമ്പനി പറയാണ് ഈ കാണുന്ന ഭാഗത്ത് ഇപ്പോൾ സം ഓഫ് പി എഫിൻ്റെ ഉള്ളിൽ
1000-ന്റെ മേലെ എൻ്റർ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ അക്കൗണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എൻ്റർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ആ ഡാറ്റ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, മൊത്തം സെലക്ഷൻ ചെയ്തിട്ട് നേരെ ഡാറ്റ വാലിഡേഷൻസ് ക്ലിക്ക് ചെയ്തു. സെറ്റിങ്സിൻ്റെ ഉള്ളിൽ എനി വാല്യൂ മാറ്റി വോൾ നമ്പർ ആക്കി ഇവിടെ കണ്ടീഷൻസ് കൊടുത്തു. ഇഷ്ടമുള്ള കണ്ടീഷൻസ് കൊടുക്കട്ടോ. ബിറ്റ്വീൻ എന്ന് പറയുന്നുണ്ട് ഇടയിൽ, നോട്ട് ബിറ്റ്വീൻ ഇടയിലല്ല. ഈക്വൽ ടു സമമാണ്, നോട്ട് ഈക്വൽ ടു സമമല്ല, ഗ്രേറ്റർ ദാൻ വലുതാണ്, ലെസ് ദാൻ ചെറുതാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സമമോ വലുതോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമമോ ചെറുതോ. സംഭവം മനസ്സിലായല്ലോ? ഇതിലെ നമ്മൾ എന്ത് പറയാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയേക്കാൾ, നമ്മളോട് എന്താ പറഞ്ഞുള്ളത്, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം 1000 കൊടുത്തു. മനസ്സിലായല്ലോ? ഡാറ്റ സർക്കിൾ ഇൻവാലിഡ് ഡാറ്റ, നമുക്കുള്ള ഡാറ്റകളെ നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. കണ്ടീഷൻസ് ഏത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഒരു കാര്യം കൂടി നമ്മൾ ഈ ഡാറ്റ വാലിഡേഷൻസിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കൂട്ടാ, ഞാനിതിനൊരു പേര് കൊടുക്കുക. നമ്മൾ ഇവിടെ നെയിം ബോക്സിൽ ഒരു പേര് കൊടുത്തു. അപ്പോൾ ഞാൻ ലിസ്റ്റ് എന്നുള്ളൊരു പേര് കൊടുത്തിട്ട് എൻ്റർ അടിച്ചു. ഇവിടെ നിന്നിട്ട് ഞാൻ ഒരു പിവറ്റ് ടേബിൾ സെറ്റ് ചെയ്യാൻ പോവാണ്. വി ലുക്കപ്പ് സെറ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കാം, ഈക്വൽ ടു വി ലുക്കപ്പ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, കോഡിൻ്റെ സെല്ല് കോമ F3 അടിച്ചു, നമ്മുടെ ലിസ്റ്റ് ഓക്കെ, കോമ അതിൽ 2 കോമ ഫോൾസ്. നമ്മൾ വി ലുക്കപ്പ് ചെയ്ത് തരുന്ന സെയിം ഫങ്ഷൻസ്. ഈ ഭാഗം മനസ്സിലായല്ലോ? ഓക്കെ. ഈ 2 എന്ന് പറയുന്നത് നമ്മുടെ ടേബിളിലെ ബേസിക് സാലറിയാണ് അല്ലേ? ബേസിക് സാലറിയാണ്. ഇവിടെ നമ്മൾ TA DA HR ഒക്കെ കാണുന്നുണ്ട്. TA DA HR PF നെറ്റ് സാലറി. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈക്വൽ ടു വി ലുക്കപ്പ് സെല്ല് കോമ F3 നമ്മുടെ ലിസ്റ്റ് കോമ 3 കോമ ഫോൾസ്. ഇവിടെ നമ്മൾ ഈക്വൽ ടു വി ലുക്കപ്പ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, കോഡിൻ്റെ സെല്ല് കോമ F3 ലിസ്റ്റ് ഓക്കെ കോമ എന്ത് ചെയ്യുക 4 അല്ലേ, കോമ ഫോൾസ്. ഇവിടെ ഈക്വൽ ടു വി ലുക്കപ്പ്. ഇതിന് വേറൊരു ഐഡിയ ഉണ്ട്, ഞാൻ മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യണത് കേട്ടോ. ലിസ്റ്റ് കോമ 5 കോമ ഫോൾസ്. ഇവിടെ ഈക്വൽ ടു വി ലുക്കപ്പ് കോഡിൻ്റെ സെല്ല് കോമ F3 ലിസ്റ്റ് ഓക്കെ കോമ 6 അല്ലേ. ഇവിടെ 7 ഈക്വൽ ടു വി ലുക്കപ്പ് സെല്ല് കോമ F3 ലിസ്റ്റ് കോമ എത്ര 7. മനസ്സിലായല്ലോ? ഈ ഭാഗം നമ്മൾ ചെയ്ത ഭാഗം മനസ്സിലായി. നമ്മൾ മുന്നേ വി ലുക്കപ്പ് വെച്ച് ചെയ്തല്ല കേട്ടോ. ഇനി നമ്മൾ പറയുകയാണ് ഇവിടെ നെയിം. ഓക്കെ, ഒരു പർട്ടിക്കുലർ കളർ കൊടുത്തിട്ടുണ്ട്, ഇതിന് വേറൊരു കളർ കൊടുത്തിട്ടുണ്ട്.
ഇങ്ങനെ കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇവിടെ നമ്മൾ നെയിം കൊടുക്കുന്നതിനനുസരിച്ച് ശ്രദ്ധിക്കുക, നെയിം കൊടുക്കുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ പ്രിൻ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കുറേ നെയിമുള്ള കാരണം നമുക്കിപ്പോൾ ഇതിങ്ങനെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് അല്ലേ. ഇതല്ലേ നമ്മൾ ഡാറ്റ എടുത്തിട്ടുണ്ടായിരുന്നത്, ഈ ഡാറ്റയല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഡാറ്റ എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ്, ഞാനിവിടെ നിന്നിട്ട് പറയുകയാണ്, ഡാറ്റയിൽ ഡാറ്റ വാലിഡേഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് ഈ എനി വാല്യൂ എന്നുള്ളത് മാറ്റിയിട്ട് ലിസ്റ്റ് എന്നാക്കാനായിട്ട് ശ്രമിക്കുക. ലിസ്റ്റ്, LIST. ക്ലിയർ ആണല്ലോ. ഡാറ്റയിൽ ഡാറ്റ വാലിഡേഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, എനി വാല്യൂ എന്നുള്ളത് മാറ്റിയിട്ട് ലിസ്റ്റാക്കി. എന്നിട്ട് നമ്മൾ സോഴ്സ് ഇല്ല, ഇവിടുത്തെ ഈ സോഴ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ ഡാറ്റ ഇതാണല്ലോ, ഇതല്ലേ ആൾക്കാരുടെ പേര്, അതവിടെ ഡ്രാഗ് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നോക്കി നോക്കി, നിങ്ങൾ ഒരു ഏരോ വന്നതുണ്ടോ നിങ്ങൾക്ക് ഇത്ര നേരം? മനസ്സിലായ? ഇപ്പോൾ കീർത്തന നടിച്ചാൽ കീർത്തന, ജിജോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ജിജോൻ്റെ റിസൾട്ട്, ദീപ എന്ന് അടിച്ചാൽ ദീപയുടെ റിസൾട്ട്, മനു എന്ന് അടിച്ചാൽ മനുവിൻ്റെ റിസൾട്ട്. മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ. ഇങ്ങനെ നമുക്ക് ലിസ്റ്റ് ആയിട്ട് പ്രിൻ്റ് ചെയ്യിക്കണം. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു കുറേ ഡാറ്റകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ഡാറ്റ, ഇപ്പം മരുന്ന് മേടിക്കാനൊക്കെ പോയി മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം അല്ലേ. ഇപ്പോൾ A വെച്ചിട്ടുള്ള മരുന്നുകളുടെ പേരൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ B വെച്ചിട്ടുള്ള മരുന്നാണെങ്കിൽ B വെച്ചിട്ടുള്ള മരുന്നാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ എൻ്റർ ചെയ്തുമ്പോൾ അതിനനുസരിച്ച് അവിടെ ആൻസർ പ്രിൻ്റ് ചെയ്യുക ചെയ്യും. ഇതേപോലെ നിങ്ങൾക്ക് ലിസ്റ്റുകളെ ഡാറ്റ വാലിഡേഷൻസിൽ ക്ലിയർ ചെയ്യാനായിട്ട്. ക്ലിയർ ആണല്ലോ. ഒരു കാര്യം നമ്മളിതിൽ ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്തിട്ടുള്ള ഡാറ്റ വാലിഡേഷൻ നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഡാറ്റ വാലിഡേഷൻസ് വേണ്ട എന്ന് വിചാരിക്കാം. ഇപ്പോൾ പഴയ പോലെ ആവണമെന്നുണ്ടെങ്കിൽ ഡാറ്റ വാലിഡേഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ഓൾ എന്നുള്ള കമാൻഡ് കൊടുക്കുക. സെലക്ഷൻ ചെയ്യുക, ഡാറ്റ വാലിഡേഷൻസ് ക്ലിക്ക് ചെയ്യുക, ക്ലിയർ ഓൾ കൊടുത്തിട്ട് ക്ലിയർ ഓൾ കൊടുത്ത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ വാലിഡേഷൻസ് ക്ലിയർ ചെയ്യും. ക്ലിയർ ആണല്ലോ. ഭാഗം മനസ്സിലായി? ക്ലിയർ ആയില്ലേ? അപ്പോൾ ഡാറ്റ വാലിഡേഷൻസ് എന്നുള്ള ഭാഗം മനസ്സിലായെന്ന് ചോദിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ ഒരു വർക്ക് കൂടി എന്ന് പറയുള്ളൂ. ഫിൽട്ടർ, അഡ്വാൻസ്ഡ് ഫിൽട്ടർ. അഡ്വാൻസ്ഡ് ഫിൽട്ടർ പറഞ്ഞിട്ടില്ലല്ലോ. അഡ്വാൻസ്ഡ് ഫിൽട്ടർ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ലോ. നോക്കിട്ടാ, ഈ ഡാറ്റ നമ്മൾ എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡാറ്റ തന്നെ എടുക്കാം. ഒരു മിനിറ്റ്. ഹലോ എവിടുന്ന? പറയൂ. ഞാൻ നാളെ ഇങ്ങനെ വരാം കേട്ടാ, നോക്കിയിട്ട് വിളിക്കാം. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. നമ്മൾ ഈ ഡാറ്റകളിൽ നിന്ന് തന്നെയാണ് ഈ ഫിൽട്ടർ, അഡ്വാൻസ് ഫിൽട്ടർ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം. അതിനായിട്ട് ഞാൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. മൊത്തം സെലക്ഷൻ ചെയ്തിട്ട് നേരെ ഫിൽട്ടർ എന്നിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്, കണ്ടല്ലോ. ഫിൽട്ടർ എന്നിട്ടൊരു ഓപ്ഷൻസ് ഉണ്ടല്ലോ.
അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു ഐക്കണുകൾ, എല്ലാത്തിനും ഒരു ഐക്കണുകൾ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയണ കേസുകളാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഫിൽറ്റർ ചെയ്യാം. മനസ്സിലായല്ലോ? ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഫയലുകളാണെന്നുണ്ടെങ്കിൽ ഓക്കെ. സംഭവം മനസ്സിലായില്ലേ? ഇവിടെ സെലക്ട് ഓൾ കൊടുത്തിട്ട് ഓക്കെ. ഇങ്ങനെയൊക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഇങ്ങനെ ഫിൽറ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിന് പകരം നമ്മളോട് പറയാണ് എനിക്ക് എന്ത് വേണം, നെറ്റ് സാലറി 10,000 മുകളിലുള്ള മാത്രം പ്രിന്റ് ചെയ്യണം. മനസ്സിലായ? 10,000 മുകളിലുള്ളത് മാത്രം പ്രിന്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ പ്രിന്റ് ചെയ്യാം? ഈ 10,000 മുകളിൽ എത്ര ഡാറ്റകളുണ്ട്, നമ്മളിതിങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് 10,000 ടിക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിസ്ക് അല്ലേ? മറിച്ച് നിങ്ങൾ ഈ ഹെഡിങ് ഇല്ലേ, ഈ ഹെഡിങ് അത് കോപ്പി ചെയ്യുക. Ctrl+C കോപ്പി, എന്ത് ചെയ്യുക, Ctrl+V പേസ്റ്റ്. ക്ലിയർ അല്ലേ? Ctrl+C കോപ്പി, Ctrl+V പേസ്റ്റ്. അതിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ തൊട്ടടിയിലത്തെ സെല്ലിൽ അതിൻ്റെ ഈ ഹെഡിങ് കൂടെ കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളോട് എന്താ കമ്പനി പറഞ്ഞിട്ടുള്ളത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്ര, 10,000. മനസ്സിലായല്ലോ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10,000. ഈ ഭാഗം മനസ്സിലായില്ലേ? അങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കിട്ട ടേബിൾ മൊത്തം സെലക്ഷൻ ചെയ്യാം. ഡാറ്റയിൽ ഫിൽറ്ററിന് പകരം അഡ്വാൻസ്ഡ് ഫിൽറ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ലിസ്റ്റ് റേഞ്ച് ഇത്രയും ഭാഗം, ലിസ്റ്റ് റേഞ്ച് നമ്മുടെ അത്രയും ഭാഗം. ക്രൈറ്റീരിയ റേഞ്ച് എന്നുണ്ട് രണ്ടാമത് കാണാം. അത് നമ്മൾ 2 സെല്ലിലായിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള ഭാഗം. കോപ്പി ടു അനദർ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സെല്ല് കാണിച്ചു. മനസ്സിലായല്ലോ? ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് നോക്കിയൊക്കെ നിങ്ങൾ. നെറ്റ് സാലറി 10,000 മുകളിലുള്ളത് മാത്രം പ്രിന്റ് ചെയ്ത് തോന്നേണ്ട. ഇനി പറയണം, ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു എന്തെന്ന് എനിക്ക് നെറ്റ് സാലറി 10,000 കുറവുള്ള ആൾക്കാരുടെ കിട്ടും. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10,000 കൊടുക്കുക. എന്നിട്ട് ടേബിൾ മൊത്തം സെലക്ഷൻ ചെയ്യുക. അഡ്വാൻസ്ഡ് ഫിൽറ്റർ ക്ലിക്ക് ചെയ്യുക. ലിസ്റ്റ് റേഞ്ച് ചെയ്ത് ക്രൈറ്റീരിയ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കണ്ടീഷൻ ക്ലിയർ ആണല്ലോ. കോപ്പി ടു അനദർ ലൊക്കേഷൻ പ്രസ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും സെല്ല് കാണിച്ചു കൊടുക്കും. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട 10,000 കുറവുള്ള ആൾക്കാരെ ലിസ്റ്റോടെ എടുത്ത് പ്രിന്റ് ചെയ്ത് കണ്ട. മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉള്ളിൽ മാത്രം അത് റിപ്പോർട്ട് പ്രിന്റ് ചെയ്താൽ മതി. അതായത് വേറെ സ്ഥലത്തേക്കൊന്നും വരണ്ട, നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻസിനനുസരിച്ച് ഇവിടെ മാറ്റണം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ഫിൽറ്റർ ക്ലിക്ക് ചെയ്യാം. ലിസ്റ്റ് റേഞ്ച് ഈ ഭാഗം, ക്രൈറ്റീരിയ റേഞ്ച് ഈ ഭാഗം, കോപ്പി ടു അനദർ ലൊക്കേഷന് പകരം യൂണിക് റെക്കോർഡ് ഓൺലി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കണ്ടോ? മനസ്സിലായല്ലോ? നമ്മൾ കൊടുത്ത കണ്ടീഷൻസുകൾ മാത്രമായിട്ട് അവിടെ പ്രിന്റ് ചെയ്ത് തരണ്ട. നിങ്ങൾ നമ്മുടെ ആദ്യത്തെ ഡാറ്റയിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. വേറെ സ്ഥലത്തേക്ക് പ്രിന്റ് ചെയ്തിട്ടില്ല. അതിൽ തന്നെ ഫിൽട്ടർ ചെയ്യുക ചെയ്തു. അത് അതിൻ്റെ മേലെ ക്ലിയർ എന്നുള്ളൊരു ബട്ടൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ബട്ടൺ അവിടെ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഒന്നുകൂടി ഞാൻ പറയാം. സെലക്ഷൻ ചെയ്യാം, അഡ്വാൻസ്ഡ് ഫിൽട്ടർ, ലിസ്റ്റ് റേഞ്ച് ഇത്,
ക്രൈറ്റീരിയ റേഞ്ച് ഈ കണ്ടീഷൻ, അതിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ കോപ്പി ടു അനദർ ലൊക്കേഷന് പകരം യൂണിക് റെക്കോർഡ് ഓൺലി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യും. അതായത് റെക്കോർഡ് അതിൽ തന്നെ വന്നാൽ മതി എന്ന് വിചാരിക്കുക. ഇത്രയും കൊടുത്ത് നിങ്ങൾ ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട അതിൻ്റെ ഉള്ളിൽ തന്നെ ആ കണ്ടീഷൻസ് കംപ്ലീറ്റ് അപ്ലൈ ആയിട്ട് മാറി. അത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഒക്കെ പഴയ പോലെ ഉണ്ടാവും. മനസ്സിലായല്ലോ? ഇതുവരെ പറഞ്ഞ ഭാഗം മനസ്സിലായില്ലേ? ഫിൽട്ടർ, അഡ്വാൻസ്ഡ് ഫിൽട്ടർ, അഡ്വാൻസ്ഡ് ഫിൽട്ടർ. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഇനി ഇതിൽ ആർക്കെങ്കിലും നമ്മൾ പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആദ്യം നമ്മൾ പറഞ്ഞത് പിവറ്റ് ടേബിളാണ്. പിവറ്റ് ടേബിളിൻ്റെ 2-3 മോഡലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ സെറ്റിങ്സുകൾ ചെയ്തിട്ടുണ്ട്, സ്ലൈസറുകൾ ചെയ്തിട്ടുണ്ട്, ഡാറ്റ വാലിഡേഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് സെറ്റ് ചെയ്യുന്ന ഭാഗം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. നമ്മുടെ ആവശ്യമുള്ളതിനനുസരിച്ച് ലിസ്റ്റ് ചെയ്യാം, ഫിൽട്ടർ ചെയ്യാം, അഡ്വാൻസ്ഡ് ഫിൽട്ടർ. ഈ പിവറ്റ് ടേബിൾ എന്ന് പറയുന്നത് തന്നെ വലിയൊരു വർക്കാണ്, വളരെ വലിയൊരു വർക്കാണ്. അതിൽ കുറേ ഡാറ്റകളുണ്ട് ചെയ്ത് നോക്കാനായിട്ട്. സാധാരണ രീതിയിൽ നമ്മളൊരു ഒറ്റ ടോപ്പിക്ക് മാത്രമാണ് എടുക്കുക. അപ്പോൾ അത് സാധാരണ ഇവിടെ പ്രാക്ടിക്കലി നിങ്ങൾ കൂടി ചെയ്യുമ്പോഴാണ് കേട്ടോ. നിങ്ങളിത് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം. ഫയലുകളൊക്കെ ഞാൻ അയച്ചു തരാം. മനസ്സിലായല്ലോ? ഇത്രയും ടോപ്പിക്ക് ഇന്ന് എടുത്താൽ പോരെ? മതിയല്ലോ. കാരണം ജിബിനെ കൂടുതൽ ഇത്രയും ടോപ്പിക്ക് എടുത്താൽ പോരെ? ഇനി കൂടുതൽ എടുക്കണ്ടല്ലോ ഇന്ന്. ഓക്കെ, അത്യാവശ്യം നമ്മൾ കുറേ ഫയലുകൾ എടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. നിങ്ങളൊരു കമ്പനിയിൽ ജോലിക്ക് പോകുന്ന സമയത്ത് നിങ്ങളോട് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതിലുണ്ട്. അതായത് പിവറ്റ് ടേബിൾ എന്തായാലും ചോദിക്കും. ഓക്കെ, പിന്നെ അതിൽ നമ്മൾ ആ ചാർട്ട് അപ്ഡേറ്റ് ചെയ്യണതും അതിൻ്റെ സ്ലൈസർ ആഡ് ചെയ്യണതും ചിലപ്പോൾ ചോദിക്കും. ഫിൽട്ടർ, അഡ്വാൻസ് ഫിൽട്ടർ മസ്റ്റാണ്, ചോദിക്കും. കാരണം വെച്ചാൽ ഈ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ വെച്ചാൽ ഇതിൽ നിന്നൊരു 10 ഡാറ്റകളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു 20 ഡാറ്റകളിൽ നിന്നോ 30 ഡാറ്റകളിൽ നിന്നോ ഫയൽ എടുക്കുക എന്നുള്ളതൊന്നല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10,000 കണക്കിന് ഡാറ്റകൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരിക. മനസ്സിലായല്ലോ? പിന്നെ അതേപോലെ തന്നെ ഡാറ്റ വാലിഡേഷനിൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണത്, പിന്നെ ഫിൽട്ടർ, അഡ്വാൻസ് ഫിൽട്ടർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഫിൽട്ടർ, അഡ്വാൻസ് ഫിൽട്ടർ, ഡാറ്റ വാലിഡേഷൻസ്, പിവറ്റ് ടേബിളിൻ്റെ സെറ്റിങ്സ്, ലിസ്റ്റ്, അതിൻ്റെ ചാർട്ടുകൾ, അതിൻ്റെ ഫോർമാറ്റുകൾ. ക്ലിയർ ആണല്ലോ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും റെക്കോർഡിങ്ങിൻ്റെ ക്ലാസ് ഞാൻ അയക്കാം. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. രേഷ്മ എക്സൽ ചെയ്ത് നോക്കണം, പറയുന്ന ക്ലാസ്സുകളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാം, അല്ലെങ്കിൽ ചോദിക്കാം. അനുശ്രീ ചെയ്ത് ചെയ്യണം കേട്ടോ. എക്സൽ ചെയ്യണം, അല്ലാണ്ട് നമുക്കത് നമ്മൾ പഠിക്കണേനൊരു കാര്യം ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഇങ്ങനെ അടുത്ത ക്ലാസ് പറഞ്ഞു, പിന്നെ അടുത്ത ക്ലാസ് പറഞ്ഞു. അപ്പോൾ പഴയ ക്ലാസ് നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, അത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്ന ടോപ്പിക്കുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അയച്ചു തരാം, ഫയൽ ഞാൻ അയച്ചു തരാം. എക്സൽ ഫയലും ഞാൻ മെയിൽ ചെയ്ത് തരാം, ഇപ്പോൾ തന്നെ ചെയ്തു തരാം. ഒരു മിനിറ്റ്, നിങ്ങളുടെ മെയിൽ ഐ ഡി ഒന്ന് പറഞ്ഞാൽ മതി. ജിബിൻ അടുത്ത ആളുടെ പേര് രേഷ്മ അല്ലേ? രേഷ്മ മീനു സച്ചു. എക്സല് ഞാൻ ഫയൽ അറ്റാച്ച് ചെയ്യാം.
പേരെ കൊടുത്തു 7 കൊടുത്ത് എക്സൽ